പത്രത്തിൽ വായിച്ച സുപരിചിതമാണ്. 1 ഗ്രാം MDMA എന്ന മയക്കുമരുന്നിന് 3500 രൂപ വിലയാണ്. സ്വർണത്തിന്റെ വിലയാണ്. ഇത് കടത്തിക്കൊണ്ടുവന്ന 1 ഗ്രാം MDMAക്ക് 3500 രൂപയ്ക്ക് ഉപയോഗിക്കാൻ ഇവിടുത്തെ യുവത്വം ക്യൂ നിൽക്കുകയാണ്. ഞാനൊരു മയക്കുമരുന്ന് പ്രതിയെ പിടിച്ചു, ഇംതിയാസ് എന്നെ വെല്ലുവിളിക്കുകയാണ്. സാറ് നോക്കിക്കോ, 1.5 വർഷത്തിന്, ഞാൻ ഒരു 1.5 വർഷം മുമ്പ്, ഒരു 1-2 വർഷം കഴിയട്ടെ, നിങ്ങളുടെ ഒരു രാഷ്ട്രീയ സംഘടനകൾക്കും ഒരു പ്രസ്ഥാനത്തിനും യുവാക്കളെ കിട്ടില്ല. എല്ലാവരും ഞങ്ങളുടെ പിറകെയായിരിക്കും. ഞങ്ങളുടെ പിറകെ ഒഴുകുന്നത്, ഞങ്ങളൊരു പാമ്പ് കുഴലൂത്തുകാരനെ പോലെ ഞങ്ങളുടെ പിന്നാലെ തലയാട്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും അവനെ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നു, അവന്റെ പിന്നാലെയാണ്. രാഷ്ട്രീയ സംഘടനകൾക്ക് യുവാക്കളില്ല. നിങ്ങളൊരു ബോധവൽക്കരണ ക്ലാസ് വെച്ച് നോക്കൂ, യുവാക്കൾക്ക്, യുവതികൾക്ക് ഇല്ല. നിങ്ങളിപ്പോൾ നോക്കൂ, ഇവിടെ യുവാക്കൾ വന്നിരിക്കുകയില്ല. അവർക്ക് അവരുടേതായ ഒരു ലോകം അവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്ന പുതിയ സാഹചര്യം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ എന്നെ MDMA എന്ന മയക്കുമരുന്ന് പരിചയപ്പെടുത്തുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു പെൺകുട്ടി. MDMA നമ്മൾ മയക്കുമരുന്നിനെ കുറിച്ച് എല്ലാം ഒന്നും നോക്കാറില്ല. ഞങ്ങൾക്ക് മറ്റു കേസുകളും ഉണ്ട്. NDPS ഒരു ഭാഗം മാത്രമാണ്. MDMA എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തന്നത് എനിക്കൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറയുന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, എനിക്ക് കിട്ടുന്നുണ്ടെന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നത് സ്ത്രീകളെ ഉപയോഗിച്ചാണ്. ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ സ്വർണം കടത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ മയക്കുമരുന്ന് കടത്തുന്നത് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടാണ്. ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. നമ്മുടെ സ്കൂളിന്റെ പുറത്ത്, ക്യാമ്പസുകളുടെ പുറത്ത് മയക്കുമരുന്നിന്റെ കഴുകന്മാർ പറന്ന് നടക്കുകയാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കുട്ടികളുടെ അവസ്ഥ അതിനും അപ്പുറത്താണ്. കുട്ടികളോട് ചോദിച്ചാൽ ആരാണ് നിന്റെ ഗുരുനാഥൻ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ അവർ പറയും, ഗൂഗിളാണ് എൻ്റെ ഗുരുനാഥൻ. ഗൂഗിളാണ് നമ്മുടെ കുട്ടികളുടെ ഗുരുനാഥനായിട്ട് വന്നിരിക്കുന്നത്. ഗൂഗിൾ ഗുരുനാഥനായുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഗൂഗിൾ നല്ലൊരു ഗുരുനാഥനാണ്. കാരണം സർവ്വ അറിവുകളും നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഗൂഗിൾ തന്നെയാണ്. പക്ഷെ ഗൂഗിൾ മഹാചര്യനാണെന്നും കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. ബോംബ് സ്ഫോടന കേസിലെ ഒരു പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അവനോട് ചോദിച്ചു, നിങ്ങൾ എഞ്ചിനീയറാണ്, ബോംബുണ്ടാക്കുന്ന ടെക്നോളജി എവിടെ നിന്ന് പഠിച്ചു? അദ്ദേഹം പറയുകയാണ്, ഗൂഗിളാണ് എൻ്റെ ഗുരുനാഥൻ. ബൈക്ക് മോഷ്ടിച്ചു, കാറ്, ഇപ്പൊ എല്ലാ സെൻസർ അടക്കമുള്ള കാറ് മോഷ്ടിച്ചു തുറന്നു കൊണ്ടുവന്നു. ചോദിച്ചു, ഇത് എവിടെ നിന്ന് പഠിച്ചു? ഗൂഗിളാണ് അവന്റെയും ഗുരുനാഥൻ. കള്ളന്റെയും ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ അരങ്ങ് തകർക്കുകയാണ്. ഈ ഗൂഗിൾ അധ്യാപകനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ അധ്യാപകർ നമുക്ക് വേണ്ടത്